സേമിയ കേസരി. ഈ സേമിയ കേസരിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡെസേർട്ടല്ലേ, ഇതിന് മാത്രം ഒരു പ്രത്യേകത എന്ന്. ശരിയാണ്, സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ സ്വീറ്റ് ഡെസേർട്ടാണ് സേമിയ കേസരി എന്ന് പറയുന്നത്. പക്ഷേ ഈ സിമ്പിൾ കാര്യത്തിന് ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ കളർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ഓറഞ്ച് കളറാണ് ഇതിന് എപ്പോഴും ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു മഞ്ഞ നിറത്തിലാണ് നമ്മൾ കാണാറുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുങ്കുമപ്പൂവിൻ്റെ കളറിനെയാണ് കേസരി അല്ലെങ്കിൽ കേസരിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കളറിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസിനും ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് റവ കേസരിയാണ്. അതിനൊരു ഹിസ്റ്ററി എന്നതുണ്ട്. പണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഫുഡാണിത്. അതായത് അതിൻ്റെ ബർത്ത് പ്ലേസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ കുങ്കുമപ്പൂവ് അഥവാ കേസരി എന്നൊക്കെ പറയുന്നത് ഈ സന്ധ്യയുടെ തീയുടെ ഒക്കെ ഒരു കളറായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സാക്രിഫൈസിൻ്റെയും ലൈറ്റിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് പണ്ടുള്ളവരത് മനസ്സിലാക്കിയിട്ടുണ്ടായത്. അപ്പോഴേ നമുക്കതൊന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. റവ കേസരി അല്ല, സേമിയ കേസരി. അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സേമിയ, പഞ്ചസാര, പാല്, വെള്ളം. ഇത്രേ വേണ്ടുള്ളൂ. നല്ലൊരു സ്വീറ്റായിട്ട് നല്ലൊരു ഡെസേർട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ച അതേ പാത്രത്തിൽ തന്നെ പൊടിച്ച് വെച്ച് നമ്മൾ ആവശ്യത്തിന് വേണ്ട സേമിയ അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് വാങ്ങുന്നൊരു സേമിയ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 8 മിനിറ്റ്സ് ഒക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തതാണ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ഒരു 1 to 2 മിനിറ്റ്സ് നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യാം. അത് ഫ്രൈ ആയി വന്ന് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിനി അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. 1 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സേമിയൻ്റെ അളവ് പോലെയാണ് വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഈ സേമിയയ്ക്ക് ഈ അളവിൽ മതി വെള്ളവും പാലും എല്ലാം. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നന്നായി അതിലിട്ട് വേവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളം നന്നായിട്ട്, പായസത്തിന് നമ്മളങ്ങനെ കുറുക്കിയെടുക്കില്ലല്ലോ, പക്ഷെ ഇത് കുറുക്കിയെടുക്കുന്നത് വരെ അപ്പം അത്യാവശ്യം ഫ്രൈ ചെയ്തത് കാരണം ഇതിൽ അധികം വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കഷ്ണങ്ങളായിട്ട് നമുക്കത് കിട്ടണം. അപ്പോൾ ആ ഒരു ലെവലിൽ ഇത് നമുക്കിതിൽ വെന്ത് കിട്ടിയാൽ മതി. നമ്മളിവിടെ സേമിയ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഓഫ് സാൾട്ട്, കുറച്ച് ഉപ്പ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കുങ്കുമപ്പൂവ് കയ്യിലില്ല, അപ്പോൾ നമുക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം. യെല്ലോ, ഓറഞ്ച് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. ഞാൻ വീട്ടിലൊരിക്കലും ഫുഡ് കളറൊന്നും അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പം ഞാൻ മഞ്ഞളാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ പാലിൽ തന്നെ പഞ്ചസാര ഇട്ട് കലക്കുന്നവരുണ്ടാവും. പക്ഷേ അത് എന്താ പറയുക, വെള്ളം പുളിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ സേമിയ വെന്തതിന് ശേഷം ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുപോലെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്കിത് ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും എല്ലാം എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം. അതായത് ഒരുപാട് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ അത് കേസരിയായിട്ട് വരും. അപ്പോൾ ഒരു പൊടിയൊക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമല്ലോ, നമ്മൾ എന്താ പറയുക, പക്കവടക്കൊക്കെ എടുക്കുന്നത് പോലെ നമ്മളിങ്ങനെ കോരി കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഭാഗത്തേക്ക് നമുക്ക് ആ കോരി വെച്ചിട്ട് വെക്കാൻ പറ്റണം. ആ രീതിയിൽ, അതായത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഒരു ഭാഗത്താക്കി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ കറിയൊക്കെ പോകുന്നത് പോലെ പോകരുത്. ആ ഒരു ടെക്സ്ചർ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതൊരു പ്ലേറ്റിലേക്കോ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പുള്ള പാത്രത്തിലേക്ക് ഇടാം. ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സിൻ്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റുകൾ കുറവായത് കാരണം നമ്മൾ ഈ പാത്രത്തിലാണ് ആക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ ഇത്ര മതി ഞങ്ങൾക്ക്. ഈവനിങ് സ്നാക്സായിട്ടാണ് ഞങ്ങളത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ വെക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ജസ്റ്റ് ആ പാത്രത്തിൽ തടവി കൊടുക്കുക. അതായത് ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒട്ടി പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
നമുക്കിനി ഇതിലുള്ള കേസരി നമ്മളെടുത്ത് വെച്ച് ടിഫിനിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് റൗണ്ട് ഷേപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ എണ്ണയൊക്കെ തടവി ഞാൻ അതിലേക്ക് ജസ്റ്റ് മാറ്റി എല്ലാം ഒരു ലെവലിലാക്കി വെക്കുന്നുണ്ട്. സെയിം ലെവലായിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 45 മിനിറ്റ്സോളം ഏകദേശം നമ്മളത് വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അത് ഒരു കേസരി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ട് വരും. ഇത് ഏകദേശം ഒരു 45 മിനിറ്റ്സൊക്കെ ആയി. നമുക്കിനി അതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. പ്ലേറ്റിൽ എപ്പോഴും വെക്കുന്നത് പോലെ തരിപ്പുള്ള നമ്മൾ ഇറച്ചി കേക്കൊക്കെ വെക്കുന്നത് പോലെ ഒരു പ്ലേറ്റ് വെച്ച് ജസ്റ്റ് കമഴ്ത്തി കൊടുക്കാം. കമഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ ആ പോർഷൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ഫ്രണ്ട് പോർഷൻ ഒന്ന് തിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെന്ന് ഗാർണിഷ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇടിച്ചിട്ട് ഇതിന് മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല. ഇനി ആർക്കെങ്കിലും ഇഷ്ടമുള്ളതിനിപ്പോൾ പിസ്ത ആയാലും ഇഷ്ടമുള്ളതുപോലെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മളുടെ സേമിയ കേസരി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ച് നോക്കിയാൽ മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. സിമ്പിൾ കാര്യമല്ലേ, ട്രൈ ചെയ്യുന്നവരും ഉണ്ടാവും. ഇതിപ്പോൾ ഇന്ന് കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ലല്ലോ. അപ്പം ജസ്റ്റ് ഇത് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, റിവ്യൂസൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ റൈറ്റായിട്ട് നമുക്ക് ഇനിയും വരാം കേട്ടോ. അപ്പം സ്റ്റേ ട്യൂൺ.